ജയിക്കുമെന്നുറപ്പുള്ളവരെ നിർത്തിയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 60% സീറ്റ് ബിജെപിക്ക് നേടാനാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വിജയം മാത്രമേ ലോകം അംഗീകരിക്കൂവെന്നും ശതമാനക്കണക്കൊന്നും ആരും നോക്കില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ബിജെപി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസ് ദീനദയാൽ ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജയിച്ചേ മതിയാകൂ എന്ന ചിന്ത ഓരോ ബിജെപി പ്രവർത്തകനും ഉണ്ടാകണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ജയസാധ്യതയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കണം. ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ നിർത്തിയാൽ 60% സീറ്റ് നേടാം. നമ്മൾ അടുത്ത സാധ്യതയാണെന്ന് ജനം പറയുമ്പോൾ അതിന്റെ വാല് പിടിച്ചു പറയാനുള്ള ആർജവം നമുക്കുണ്ടാകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മാത്രമാണ് ഈ ലോകം അംഗീകരിക്കുന്നത്. വിജയം മാത്രമാണ്, ശതമാനമൊന്നും ആരും അംഗീകരിക്കും. വഞ്ചനയും ചരിത്രയുമൊക്കെ അതിന്റെ പരിമിത ഫലത്തിന്റെ എന്താ നമ്മുടെ നേട്ടത്തിന് ഒരുപാട് കോട്ടം സൃഷ്ടിച്ചെങ്കിൽ വഞ്ചനയും ചതിയും ഉണ്ടായിരുന്നു. ചില താഴേക്കത്ത് വിഭാഗങ്ങൾ അതിന്റെ വഞ്ചിതരായിരിക്കുന്നത് സത്യം തന്നെ. എങ്കിലും ഒരവകാശ സമരത്തിന് വേണ്ടിയുള്ള മുന്നോട്ടുള്ള ചെറുച്ചു അത് അംഗീകരിച്ചത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം നഷ്ടമാണ്. അവിടെ നിന്ന് ഒരുപക്ഷെ കിഴക്കിന്റെ വെനിസം പറയുന്ന അടിയുറച്ച ഒരു വ്യവസായ ബന്ധിതമായ സംബന്ധിതമായ ഒരുപാട് സമ്പ്രദായം കയർ മാത്രമൊന്നുമല്ല. മൂല്യാധിഷ്ഠിത സമരങ്ങളും മുന്നേറ്റങ്ങളും മാത്രമല്ല, ചതിയും വഞ്ചനയും ഒക്കെ കണ്ട നാടാണ് ആലപ്പുഴ. കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ സർവ്വതോന്മുഖമായ വികസനത്തിന് ബിജെപിയുടെ പുതിയ ഓഫീസ് മന്ദിരം കേന്ദ്രമായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ബിജെപി ഓഫീസുകൾ കേവലം ഒത്തുകൂടൽ കേന്ദ്രങ്ങളായി മാറാതെ ജനസേവന കേന്ദ്രങ്ങളായി മാറണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. പതിനായിരക്കണക്കിന് പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഇന്ന് ആലപ്പുഴ ജില്ലയിൽ ബിജെപി എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ പാർട്ടികളിലൊന്നായിട്ട് മാറിയിരിക്കുന്നു. 4-5 വർഷം കഴിയുമ്പോൾ ആലപ്പുഴ ജില്ല സമ്പൂർണമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കീഴിൽ വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആദ്യം തന്നെ സംശയമില്ല. നേതാക്കളായ KD രാമകൃഷ്ണൻ, KS രാജൻ, മാന്നാർ സതീശൻ, വെള്ളിയാകുളം പരമേശ്വരൻ, K. സോമൻ, ആർക്കിടെക്ട് MS കൈലാസ് നാഥ്, അഭിനവ കൺസ്ട്രക്ഷൻ MD ഹരികുമാർ എന്നിവരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആദരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശോഭ സുരേന്ദ്രൻ, AN രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ, അഡ്വക്കേറ്റ് S. സുരേഷ്, BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി, സംസ്ഥാന കമ്മിറ്റി അംഗം MB രാജഗോപാൽ, മേഖലാ പ്രസിഡന്റ് N. ഹരി, ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ പാർട്ടികളിൽ നിന്ന് ബിജെപിയിൽ ചേർന്നവരെ K. സുരേന്ദ്രൻ സ്വീകരിച്ചു. അഗ്രികൾച്ചർ എന്ന വാക്കിൽ തന്നെ സംസ്കാരമുണ്ടെന്നും എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കാരത്തിലേക്ക് കേരളം കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും നിയമസഭാ സ്പീക്കർ AM ഷംസീർ. കേരളത്തിന്റെ ചരിത്രം കർഷക സമരങ്ങളുടെ ചരിത്രം കൂടിയാണ്. യുവാക്കൾ കൂടുതലായി ഇപ്പോൾ കൃഷിയിലേക്ക് കടന്നു വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചേർത്തല നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമാക്കി ഡിസംബർ 20 മുതൽ 29 വരെ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് മൈതാനത്ത് സംഘടിപ്പിക്കുന്ന ചേർത്തല പൊലിമ കരപ്പുറം കാർഷിക കാഴ്ചകൾ 2024 പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണിയിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിന് കൃഷിവകുപ്പും കൃഷിമന്ത്രിയും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്ന് സ്പീക്കർ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് വലിയ ഭൂമിയുള്ള ആൾക്കാരല്ല. എന്റെ അസംബ്ലി സെഗ്മെന്റ് വളരെ ചെറിയ അസംബ്ലി സെഗ്മെന്റാണ്. റേഡിയസ് 9 കിലോമീറ്ററാണ്. ഈ ചേർത്തലയുടെ റേഡിയസ് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഏക്കർ കണക്കിന് ഭൂമിയൊന്നുമില്ല. പക്ഷെ അവിടെയും കൃഷിയും എങ്ങനെയാ? ടെറസ് കൃഷി, ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യുന്ന രീതി വന്നു. അപ്പൊ കൾച്ചർ മാറി വരുന്നു. ഒരു കാലഘട്ടത്തിൽ കൃഷിയെ പ്രൊമോട്ട് ചെയ്തതായിരുന്നു നമ്മളെങ്കിൽ കൃഷിയിലേക്ക് തിരിയാൻ തുടങ്ങി നമ്മളല്ലേ. കാരണം നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, നമ്മൾ മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങൾ, മറ്റ് അസുഖങ്ങൾ, സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും തരത്തിലൊരു വാഹന പണിമുടക്കോ മറ്റു കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ കേരളത്തിൽ അടുക്കള ബന്ധ. ഇനിയിപ്പോ അങ്ങനെയാണോ? ഇനിയിപ്പോ അങ്ങനെയല്ല. കാരണം നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ കാലമായ മാറ്റം ഒരു വലിയ രീതിയിൽ ഒരു ഫിനോമിനൽ ട്രാൻസ്ഫോർമേഷൻ പറയാൻ പറ്റില്ല. എന്നാലും വലിയ രീതിയിൽ തന്നെ
കേരളത്തിന്റെ കാർഷിക മേഖലയിൽ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ 8 വർഷം കൊണ്ട് കഴിഞ്ഞു. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ കാർഷിക മേഖലയിൽ നാം സ്വയം പര്യാപ്തതയിലേക്ക് എത്തണമെന്നും അതിനുള്ള ശ്രമം കൂടിയാണ് കരപ്പുറം കാർഷിക കാഴ്ചയെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി, വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, മുതിർന്ന കർഷകൻ ആനന്ദൻ അഞ്ചാതറ എന്നിവർ മുഖ്യാതിഥികളായി. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനുമായ VG മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗീത ഷാജി, KD മഹേന്ദ്രൻ, ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടർ അദീല അബ്ദുള്ള എന്നിവർ സന്നിഹിതരായി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. 10 ദിവസം നീളുന്ന പ്രദർശനത്തിൽ വിവിധ വിഷയങ്ങളിൽ കാർഷിക വികസന സെമിനാറുകൾ, കൃഷി അനുഭവം പങ്കുവയ്ക്കൽ, കലാപരിപാടികൾ, സാഹിത്യ കലാമത്സരങ്ങൾ, DPR ക്ലിനിക്, മില്ലറ്റ് കേക്ക് ഫെസ്റ്റ്, വെജിറ്റബിൾ കാർവിംഗ്, ഓലമെടയൽ, തെങ്ങുകയറ്റം മത്സരങ്ങൾ, കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ്, കർഷക പ്രശ്നോത്തരി, ഗാനമേള എന്നിവ അരങ്ങേറും. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. KCB ന്യൂസിന്റെ വെട്ടിത്തുറന്ന് എന്ന ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിലെ മൂപ്പിളമ തർക്കങ്ങൾ പാർട്ടിയെ സ്നേഹിക്കുന്നവരെ അസ്വസ്ഥരാക്കുന്നില്ലേ എന്ന KCB ന്യൂസ് പ്രതിനിധിയുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴായിരുന്നു സജി ജോസഫ് തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. UDF അനുകൂലമായിട്ട് ചിന്തിക്കുന്നവരും UDF വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരും ഒക്കെ ഇപ്പോഴും ഉണ്ട്, നിരവധി ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഈ നേതാക്കൾ ഇങ്ങനെ പരസ്പരം പോരടിക്കുന്ന ഒരു രീതി, താനാണോ വലുത്, താനാണോ ചെറുത് എന്നൊക്കെയുള്ള തോന്നലില്ലേ, അങ്ങനെ പരസ്പരം പോരടിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് വാസ്തവത്തിൽ ഇവിടുത്തെ ഈ UDF അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഘടകകക്ഷികളായ കേരള കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പോലും ഈ കോൺഗ്രസിൻ്റെ ഇങ്ങനെയുള്ള ഈ പിണക്കങ്ങളോടൊക്കെ പരിഭവമുള്ളവരാണ്. വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് ഒരു കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ അങ്ങയുടെ പ്രതികരണം എന്താ? കോൺഗ്രസിനെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്തെമ്പാടും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസിനെ ഉറ്റുനോക്കുന്നത്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസ് ഒരു കേഡർ പാർട്ടിയല്ല. കോൺഗ്രസിൽ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഒക്കെ അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ്. മറ്റ് പാർട്ടികൾ ഇപ്പം BJP ആയാലും CPM ആയാലും ഒക്കെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ആർക്കും പേടിയോ ഭയമോ വേണ്ടാത്ത ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത്. ഇപ്പം കഴിഞ്ഞ വളരെ ഒരു എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി തന്നെ കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ ഒന്ന് വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ഒറ്റക്കെട്ടായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലും നമ്മുടെ രാജ്യത്തെമ്പാടുമുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തൃക്കാക്കരയിൽ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ പുതുപ്പള്ളിയിൽ നമ്മൾ കണ്ടു, പാലക്കാട് കണ്ടു, അതുപോലെ തന്നെ ചേലക്കരയിൽ കണ്ടു, വയനാട്ടിൽ കണ്ടു. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിന്നുകൊണ്ട് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ അവരുടെ മെഷീനറി ഒറ്റക്കെട്ടായി തന്നെ ചലിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ ഭൂരിപക്ഷത്തിൽ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും വിജയിക്കാൻ സാധിച്ചത്. വയനാട്ടിൽ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. ചേലക്കരയിൽ നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ പ്രാവശ്യം 40,000-ന്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഏകദേശം 10,000-ത്തിനടുത്താക്കി കുറയ്ക്കുവാനായിട്ട് കോൺഗ്രസിന് സംവിധാനത്തിന് കഴിഞ്ഞു. പിന്നെ ചില നേതാക്കന്മാരൊക്കെ അഭിപ്രായം പറയുന്നതിന് അതിന് ആ രീതിയിൽ കണ്ടാൽ അത് അഭിപ്രായം പറയുന്നത് ഒരു ദിവസവും അല്ലെങ്കിൽ 24 മണിക്കൂറിനപ്പുറമുള്ള ആ വാർത്തയ്ക്കപ്പുറം അത് പോകുന്നില്ല. കാരണം പിന്നീട് നേതാക്കന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക, ചെറിയ ചെറിയ പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ അതിന് ആ രീതിയിൽ കണ്ടാൽ മതി. ഇവിടെ ഒരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ഒരു പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ഘടകകക്ഷികൾക്കും അറിയാം, എല്ലാ കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം, നമ്മുടെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതറിയാം. ചെറിയ പരിഭവങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ച ചെയ്ത് പരിഹരിച്ച് ജനാധിപത്യപരമായി മുന്നോട്ടു പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും സജി ജോസഫ് പറഞ്ഞു. വെട്ടിത്തുറന്ന ചോദ്യോത്തര പരിപാടിയുടെ പൂർണ്ണരൂപം ഈ വാർത്താ ബുള്ളറ്റിന് ശേഷം സംപ്രേഷണം ചെയ്യുന്നതാണ്. രാസവളങ്ങളുടെ വിലവർദ്ധനവും യൂറിയയുടെ ലഭ്യതക്കുറവും കുട്ടനാട്ടിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. സ്വകാര്യ ഏജൻസികൾ വളം പൂഴ്ത്തിവെച്ച് കർഷകരിൽ നിന്ന് അമിത വില ഈടാക്കാനുള്ള ശ്രമം നടത്തുകയാണെന്ന് ആരോപണം.
രാസവളങ്ങളുടെ വിലവർധനയും യൂറിയ കിട്ടാനില്ലാത്തതും കുട്ടനാട്ടിലെ കാർഷിക മേഖലയ്ക്ക് വൻ തിരിച്ചടിയാവുകയാണ്. പല പാടശേഖരങ്ങളിലും രണ്ടാം വളമിടേണ്ട സമയമായിട്ടും ആവശ്യമായ യൂറിയ ലഭിക്കാത്തത് കർഷകരെ വലയ്ക്കുന്നു. ഫാക്ടം ഫോസ് അടക്കമുള്ള വളങ്ങളുടെ വിലവർധനവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. യൂറിയയ്ക്ക് കൃത്രിമക്ഷാമം സൃഷ്ടിച്ച് കർഷകരിൽ നിന്ന് കൂടുതൽ വില ഈടാക്കാനുള്ള ശ്രമമാണ് കമ്പനികൾ നടത്തുന്നതെന്ന ആരോപണവും ശക്തമാണ്. കൃഷിക്കാരന് ആവശ്യമില്ലാത്ത മറ്റു വളങ്ങൾ കൂടി വാങ്ങിയാലേ യൂറിയ തരൂ എന്ന നിലപാടാണ് കേന്ദ്ര ഏജൻസികൾ സ്വീകരിക്കുന്നതെന്ന് കേരള കർഷക സംഘം കുട്ടനാട് ഏരിയ പ്രസിഡന്റ് PV രാമഭദ്രൻ പറയുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളായിട്ടുള്ള IPL-ഉം അതുപോലെ തന്നെ പിക്കും മംഗളയും അടക്കമുള്ള കമ്പനികൾ അവരാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളായി കേരളത്തിന് ആവശ്യമായിട്ടുള്ള വളം എത്തിക്കുന്നത്. അവരിപ്പം വെച്ചിരിക്കുന്ന ഡിമാൻഡ് യൂറിയ ലഭിക്കണമെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന മറ്റു വളങ്ങൾ കൂടി എടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് അവർ വെച്ചിരിക്കുന്നത്. കൃഷിക്കാരന് ആവശ്യമില്ലാത്ത മറ്റു വളങ്ങൾ കൂടി എടുത്തെങ്കിൽ മാത്രമേ യൂറിയ തരൂ എന്നുള്ള ഒരു നിർബന്ധം യഥാർത്ഥത്തിൽ കൃഷിക്കാരനെ വലിയ നിലയിൽ ബുദ്ധിമുട്ടിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് മറ്റൊരു നിർദ്ദേശം വച്ചിരിക്കുന്നത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന യൂറിയ തരാനാവില്ല, തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന യൂറിയ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി എന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്ര ഗവൺമെൻറ് വെച്ചിരിക്കുകയാണ്. ഇത് കാർഷിക മേഖലയെ വലിയ നിലയിൽ ബുദ്ധിമുട്ടിക്കുന്നതാണ്, കൃഷിക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നതാണ്. കേരളത്തിൽ യൂറിയ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ വളം സഹകരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാതെ സ്വകാര്യ ഏജൻസികൾക്ക് നൽകുന്ന സാഹചര്യമുണ്ടെന്ന് PV രാമഭദ്രൻ ആരോപിച്ചു. ഇവർ പൂഴ്ത്തിവെപ്പ് നടത്തുന്നതാണ് വിപണിയിൽ വിലവർധനവിനും യൂറിയ ക്ഷാമത്തിനും ഇടയാക്കുന്നത്. സംസ്ഥാന കൃഷി വകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോട്ടയം ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാതല കേരളോത്സവത്തിന് കോട്ടയത്ത് വർണ്ണാഭമായ തുടക്കം. MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല അധ്യക്ഷത വഹിച്ചു. യുവജനക്ഷേമ ബോർഡ് അംഗം റോണി മാത്യു, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ എന്നിവർ പ്രോഗ്രാം വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് MD സെമിനാരി HSSലേക്ക് നടന്ന സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി. മുത്തുകുടകളും ബലൂണുകളുമായി നൂറുകണക്കിന് പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ചമ്പക്കുളം എടത്വ റൂട്ടിൽ കണ്ടങ്കരി ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയാവുന്നതായി പരാതി. 8-ാം വാർഡിലെ മുട്ടത്തറ ജംഗ്ഷനും ന്യൂയോർക്ക് ഷാപ്പിനുമിടയിലുള്ള വളവിലാണ് അപകടം പതിയിരിക്കുന്നത്. യാത്രക്കാരുടെ കാഴ്ച മറയ്ക്കും വിധം വളർന്നു നിൽക്കുന്ന പാഴ്മരങ്ങളും കുറ്റിച്ചെടികളും വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തം. ചമ്പക്കുളം എടത്വ റൂട്ടിൽ ന്യൂയോർക്ക് ഷാപ്പിനും മുട്ടത്തറ ജംഗ്ഷനും ഇടയിലുള്ള ഭാഗത്ത് അടുത്തിടെ 3 അപകടങ്ങളാണുണ്ടായത്. കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കണ്ടങ്കരി സ്വദേശിനിക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. ഇവർ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പാടശേഖരത്തിന് നടുവിലൂടെയുള്ള റോഡിൽ ഈ ഭാഗത്ത് 2 കൊടും വളവുകളാണുള്ളത്. ഇവിടെ റോഡിനിരുവശവും പാഴ്മരങ്ങളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നതിനാൽ യാത്രക്കാരുടെ കാഴ്ച മറയുന്നതാണ് അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് കാരണമെന്ന് 9-ാം വാർഡ് മെമ്പർ ആന്റണി അലക്സ് പറയുന്നു. ഇന്നലെ ഏകദേശം 2 മണിക്ക് മുമ്പായിട്ടാണ് ഈ സംഭവം അപകടം ഉണ്ടാകുന്നത്. ഈ സൈഡിൽ നിൽക്കുന്ന വൃക്ഷങ്ങളാണ് പ്രത്യേകിച്ച് ഈ ഒരു സംഭവം, ഒരു വളവ്, ഒരു ഭാവമാണ്. ഇന്നലെ നടന്ന 3ാമത്തെ അപകടമാണ്. വീണ്ടും ഇവിടെ അപകടം ഉണ്ടാകും. കാരണം നമ്മൾ ഈ വൃക്ഷങ്ങൾ നിരന്ന് നിൽക്കുന്ന കാരണം നമ്മൾ എതിര് വരുന്ന വണ്ടികൾ കാണാനുള്ള ഒരു സാഹചര്യം കുറവാണ്. തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ഞങ്ങൾ നാട്ടുകാർ ഒന്നിച്ച് ഇതിനകത്ത് ഇടപെടുകയാണ്. കാരണം ഇത് വെട്ടിമാറ്റിയേ അതിനൊരു പരിഹാരം കാണത്തുള്ളൂ. അതിനകത്ത് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. കാരണം എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റുകാരും ഇതിനെ അനുബന്ധിക്കുന്ന വീട്ടുകാരും ഞങ്ങൾ അനുകൂലിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം തന്നെയാണ് ഒരു ചേച്ചിയുടെ കൈ ഒടിഞ്ഞു പോയി. ആ കൈ ഒടിഞ്ഞ് ഈ സംഭവത്തിൽ ഈ സ്ഥലത്ത് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനോട് എല്ലാവരുടെ ഭാഗത്തും നമ്മൾ അനുകൂലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റോഡിന് ഇരുവശത്തുമുള്ള പാഴ്മരങ്ങളുടെ ചില്ലകൾ കാഴ്ചമറയ്ക്കും വിധം റോഡിലേക്ക് ചാഞ്ഞു കിടക്കുകയാണ്. കുറ്റിക്കാടുകൾ വളർന്നതിനാൽ കാൽനട യാത്രക്കാർക്കും അപകട സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രദേശവാസികൾ തന്നെ ഇവ വെട്ടിമാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ശിവഗിരി തീർത്ഥാടനം അറിവിന്റെയും അനുഷ്ഠാനത്തിന്റെയും തീർത്ഥാടനമാണെന്ന് മുഹമ്മ വിശ്വഗാജി മഠം സെക്രട്ടറി സ്വാമി പ്രബോധ തീർത്ഥ കുട്ടനാട് SNDP യൂണിയന്റെ പീതാംബര ദീക്ഷാ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വാമികൾ. ഗുരുദേവൻ വിഭാവനം ചെയ്തതുപോലെയുള്ള ഒരു തീർത്ഥാടന പദ്ധതി ലോകത്തെവിടെയും കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
പദയാത്രികരായി ശിവഗിരിയിലെത്തിച്ചേരുന്ന തീർത്ഥാടകർ ആത്മീയ സായുജ്യം നുകരുന്നതിനോടൊപ്പം മനുഷ്യജീവിതത്തിന്റെ സമ്പൂർണ്ണ വികാസത്തിനുള്ള അറിവിനെയും സ്വായത്തമാക്കിയാണ് മടങ്ങുന്നതെന്ന് സ്വാമികൾ പറഞ്ഞു. നമ്മുടെ ഭാരതത്തിൽ നിരവധി സന്യാസ സംഘങ്ങളുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഒരു സന്യാസി സംഘമാണ് ഭഗവാൻ ബുദ്ധൻ സ്ഥാപിച്ച ഭിക്ഷു സംഘം. അതിനുശേഷം ശങ്കരാചാര്യ ഭഗവാൻ സ്ഥാപിച്ച ദശനാമി സമ്പ്രദായത്തിലെ ഒരു സന്യാസ സംഘം. അതിനുശേഷം സ്വതന്ത്രമായ ഒരു സന്യാസ സംഘം ഉണ്ടാക്കുന്നത് സ്വാമി തെപ്പാങ്ങളാണ്. 1928 ജനുവരി മാസം 9 തൃശൂർ ജില്ലയിലെ കൂർക്കഞ്ചേരിയിൽ വെച്ച് ശ്രീനാരായണ ധർമ്മസംഘം എന്ന സന്യാസ സംഘത്തെ സ്വാമികൾ സംസ്ഥാപനം ചെയ്തു. പഠിക്കേണ്ട മനസ്സിൽ ഒരുപാട് കാലമായി ശിവഗിരി വലിയൊരു തീർത്ഥഭൂമിയാണ്. ഭഗവാന്റെ അവതാര ഭൂമിയാണ്, കർമ്മഭൂമിയാണ്. അതുകൊണ്ട് ആ കർമ്മഭൂമി കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന വലിയ ഒരു തീർത്ഥ കേന്ദ്രമായിട്ട് ശിവഗിരി മാറണമെന്നുള്ള സങ്കല്പം മനസ്സിൽ ഒരുപാട് നാളായി ഉണ്ടായിരുന്നു. കുട്ടനാട് SNDP യൂണിയൻ പ്രാർത്ഥനാ മന്ദിര ഹാളിൽ പദയാത്രാ ക്യാപ്റ്റൻ സന്തോഷ് ശാന്തിക്ക് പീതാംബര ദീക്ഷ നൽകിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. യോഗത്തിൽ യൂണിയൻ വൈസ് ചെയർമാൻ MD ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ TS പ്രദീപ് കുമാർ, MP പ്രമോദ്, വൈസ് ക്യാപ്റ്റന്മാരായ ഷിനുമോൻ TS, സജിനി മോഹനൻ, പോഷക സംഘടനാ ഭാരവാഹികളായ സ്മിത മനോജ്, PR രതീഷ്, KG ഗോകുൽദാസ്, PP റെജി, TR അനീഷ്, ബീന സാബു എന്നിവർ സംസാരിച്ചു. ദക്ഷിണ മേഖലാ സർവകലാശാല വനിതാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ചങ്ങനാശ്ശേരിയിൽ തുടക്കമായി. MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. We have started this university in 1983, so we have completed 40 years of its existence. Now within these 40 years, we have produced 9 Arjuna awardees, 11 Olympians, more than 180 international athletes. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ തോമസ് പാറത്തറ, ഡോക്ടർ ബിനു ജോർജ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. MG സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണേന്ത്യയിലെ 78 സർവകലാശാലകളിലെ 1000-ലധികം വരുന്ന വനിതാ ബാസ്കറ്റ്ബോൾ താരങ്ങളാണ് പങ്കെടുക്കുന്നത്. അസംഷൻ കോളേജ്, ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി, SH ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ ഇൻഡോർ കോർട്ടുകളിലാണ് മത്സരം നടക്കുന്നത്. ഈ മാസം 24-ന് മത്സരങ്ങൾ സമാപിക്കും. കണ്ടകരി ദേവിവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് സമഗ്രം 2024-ന് തലവടി CMS ഹൈസ്കൂളിൽ തുടക്കമായി. പാരത്തോട് ജംഗ്ഷനിൽ നിന്നും റാലിയായി എത്തിയ 50 അംഗ സംഘത്തെ സ്കൂൾ പ്രഥമാധ്യാപകൻ റജിൽ മാത്യു സ്വീകരിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് S ശബരീഷ് പതാക ഉയർത്തി. ദേവിവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ R തുളസിദാസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ O മിനി പദ്ധതി വിശദീകരണം നടത്തി. തലവടി CMS ഹൈസ്കൂൾ മാനേജർ റവറൻ റജിൽ മാത്യു അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NP രാജൻ, പ്രിയ അരുൺ, പ്രഥമാധ്യാപകൻ റജിൽ മാത്യു, PTA പ്രസിഡന്റ് P സഞ്ജോയ്, CMS ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ P ഇടിക്കുള എന്നിവർ സംസാരിച്ചു. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്നതാണ് ഈ വർഷത്തെ ചിന്താവിഷയം. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലെ മങ്ങാട്ട് ജംഗ്ഷൻ പാമ്പാലച്ചേരിയിൽ ജംഗ്ഷൻ റോഡിന്റെ നവീകരണ ജോലികൾ ആരംഭിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം.
700 മീറ്റർ നീളത്തിൽ റോഡ് ഇളക്കി റീടാർ ചെയ്യുന്നതിന് 7 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചത്. വാർഡ് മെമ്പർ VR ശിവപ്രസാദിന്റെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം ബ്ലോക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ BK പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് പണിക്കുള്ള ഫണ്ട് അനുവദിക്കുകയായിരുന്നു. അടുത്ത പദ്ധതിയിൽ ഇതേ വാർഡിലെ മങ്ങാട്ട് മുതൽ ഊട്ടുപറമ്പ് ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് BK പ്രസാദ് അറിയിച്ചു. വളരെ സഞ്ചാരത്തിന് അനുയോജ്യമല്ലാത്ത രൂപത്തിൽ ചേരിൽമുക്ക് പാമ്പാല റോഡിന്റെ ശോചനീയാവസ്ഥ ബോധ്യപ്പെടുത്തുകയും അനേക പ്രാവശ്യം ബ്ലോക്കിൽ വരികയും ഇതിന്റെ പദ്ധതി നടപ്പാക്കുന്നതിന് വലിയ പരിശ്രമവും നടത്തിയ ആളാണ് വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ശിവപ്രസാദ് മെമ്പർ. അദ്ദേഹത്തിന്റെയും കൂടി ഇടപെടൽ കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഈ വർക്ക് നടത്തുവാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞത്. ചേരിമുക്ക് മുതൽ മങ്ങാട്ട് ജംഗ്ഷൻ വരെ, ഊട്ടുപറമ്പ് ജംഗ്ഷൻ വരെയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. 2 ഘട്ടമായിട്ടാണ് നടത്തുന്നത്. ഇപ്പോൾ 7 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് 700 മീറ്ററാണ്. ഏകദേശം 200 മീറ്ററോളം ഇളക്കി നന്നായി ഈ നിലവിലുള്ള റോഡ് ഇളക്കി നന്നായി ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. അടുത്ത ഘട്ടം അതിനുശേഷം ഊട്ടുപറമ്പ് വരെയുള്ള ഇത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാലാവധി തീരുന്നതിന് മുമ്പായിട്ട് നടപ്പാക്കി പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. റോഡിൽ വീണ ഗ്രാവൽ പൊടിയിൽ മുങ്ങി യാത്രക്കാരും നാട്ടുകാരും ഏറെ ദുരിതത്തിലായതോടെ രക്ഷകരായി ഓട്ടോറിക്ഷ തൊഴിലാളികളും അഗ്നിരക്ഷാ സേനയും. തിരുവല്ല മാവേലിക്കര സംസ്ഥാന പാതയിൽ മാന്നാർ തൃക്കുരട്ടി ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് റോഡിന് നടുവിൽ ഗ്രാവൽ നിറഞ്ഞത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ അതിവേഗതയിൽ കടന്നുപോയ ടിപ്പർ ലോറിയിൽ നിന്നും റോഡിലേക്ക് വീണ ഗ്രാവൽ യാത്രക്കാരെയും വ്യാപാരികളെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ഏറെ വലച്ചു. വെയിലേറ്റ് ഈർപ്പം നീങ്ങിയതോടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പൊടി പാറി തുടങ്ങി. വിവരമറിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്ന് തൃക്കുരട്ടി ജംഗ്ഷനിലെ ഓട്ടോ തൊഴിലാളികളായ അമീർ ഖാൻ, സുധീർ, സോമൻ, വിവേക്, പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഗ്രാവൽ നീക്കി റോഡ് വൃത്തിയാക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ ടാർ റോഡിൽ ഉറച്ച ഗ്രാവൽ പൂർണ്ണമായും നീക്കാനായില്ല. പൊടിയിൽ മുങ്ങി യാത്രാ ദുരിതവും അപകടാവസ്ഥയും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മാന്നാർ മീഡിയ സെന്റർ സെക്രട്ടറിയും മാന്നാർ എമർജൻസി റെസ്ക്യൂ ടീം സെക്രട്ടറിയുമായ അൻഷാദ് മാന്നാർ അറിയിച്ചതിനെ തുടർന്ന് വൈകിട്ട് 3 മണിയോടെ ചെങ്ങന്നൂർ ഫയർ സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഗ്രേഡ് ASTO സജീവിന്റെ നേതൃത്വത്തിൽ FROമാരായ അനീഷ്, രതീഷ് കുമാർ, മിഥുൻ ബിനീഷ്, ഹോംഗാർഡ് രാജൻ തോമസ് എന്നിവരടങ്ങിയ അഗ്നിശമന സേനാംഗങ്ങൾ ഏറെ പണിപ്പെട്ട് വെള്ളം പമ്പ് ചെയ്ത് റോഡ് വൃത്തിയാക്കിയതോടെയാണ് ആശ്വാസമായത്. പന്മന ആശ്രമം മഠാധിപതിയായി സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ അഭിഷിക്തനായി. ചട്ടമ്പി സ്വാമികൾ സ്ഥാപിച്ച തീർത്ഥപാദ പരമ്പരയിലെ 4ാം തലമുറക്കാരനായ കൃഷ്ണമയാനന്ദ കുട്ടനാട്ടിലെ മങ്കൊമ്പ് തെക്കേക്കര സ്വദേശിയാണ്. പന്മന ആശ്രമം മുൻ മഠാധിപതി പ്രണവാനന്ദ തീർത്ഥപാദരുടെ സമാധിയെ തുടർന്നാണ് മഠാധിപതിയായി സ്വാമി കൃഷ്ണമയാനന്ദയെ തിരഞ്ഞെടുത്തത്. ആശ്രമം ആചാര്യനായി സ്വാമി നിത്യസ്വരൂപാനന്ദയെയും തിരഞ്ഞെടുത്തു. പന്മന ആശ്രമത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ചടങ്ങുകൾ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദരിൽ നിന്നാണ് കൃഷ്ണമയാനന്ദ സന്യാസ ദീക്ഷ സ്വീകരിച്ചത്. പന്മന ആശ്രമത്തിന്റെ കാര്യദർശിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കുട്ടനാട്ടിലെ മങ്കൊമ്പ് തെക്കേക്കരയിൽ മുതിരപ്പറമ്പ് വീട്ടിൽ ബാലകൃഷ്ണപിള്ളയുടെയും സരോജിനി അമ്മയുടെയും 2ാമത്തെ മകനായാണ് ജനനം. മങ്കൊമ്പ് അവിട്ടം തിരുനാൾ ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. മലയാളം, സംസ്കൃതം ഭാഷകളിൽ ബിരുദാനന്തര ബിരുദധാരിയാണ്. പയ്യന്നൂർ രാമന്തളി കൃഷ്ണപ്പണിക്കരിൽ നിന്നും സംസ്കൃത വേദാന്തം ഗുരുകുല രീതിയിൽ 10 വർഷത്തോളം അഭ്യസിച്ചിട്ടുണ്ട്. പൂർവാശ്രമത്തിൽ കോളേജ് അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുള്ള സ്വാമികൾ തികഞ്ഞ കലാകാരൻ കൂടിയാണ്. കഥകളിയും ശാസ്ത്രീയ നൃത്തവും അവതരിപ്പിച്ചിരുന്ന അദ്ദേഹം ചിട്ടപ്പെടുത്തിയ സോപാന നൃത്തമെന്ന ക്ഷേത്ര കലാരൂപം ഏറെ ശ്രദ്ധേയമാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പുളിങ്ങുന്ന് ക്യാമ്പസിൽ നിന്നും സ്റ്റുഡൻസ് വെൽഫെയർ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഷിനാൻ മുഹമ്മദ് ഷെരീഫിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് പുളിങ്ങുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. യൂത്ത് കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോഫിൻ ജേക്കബ് അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുളിങ്ങുന്ന് മണ്ഡലം പ്രസിഡന്റ് ലിജോ മാത്യു അധ്യക്ഷനായിരുന്നു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ലതീഷ് കണ്ടച്ചാട,
KSU ജില്ലാ സെക്രട്ടറി ഷാരോൺ ടിറ്റോ, വാർഡ് മെമ്പർ ജോസഫ് മാമ്പൂത്തറ, ജോളി ജോസഫ്, ജോൺ സി ടിറ്റോ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി അന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണ്ണ ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.